24 വയസ്സുള്ള സൈറ തലേദിവസം അവർ ഖബറടക്കിയ സ്ഥലത്തു നിന്നും കാണാതായിരിക്കുന്നു. ആർക്കാണ് ശവശരീരം വേണ്ടത്? എന്തിനാണ് അങ്ങനെ ഒരു ശവശരീരം അവിടുന്ന് കൊണ്ടുപോകുന്നത്? വളരെ ദൂരത്ത് നിന്ന് ഈ മരണാനന്തര ചടങ്ങ് വീക്ഷിച്ചു കൊണ്ടിരുന്ന 2 യുവാക്കൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ കാണാതായി. ശവശരീരം പുറത്തെടുത്ത് ഒരു പായയിൽ അവർ കിടത്തി. അപ്പോൾ അവർ കണ്ടത് വലത് കാലിന് മുട്ടിന് താഴത്തേക്കുള്ള ഭാഗം കാണാനില്ല. നിങ്ങൾ ഈ ശവശരീരത്തെ എന്താണ് ചെയ്തത്? ഈ കുട്ടിയുടെ വലത് കാലിന് മുട്ടിന്റെ താഴത്തേക്കുള്ള ഭാഗം എവിടെയാണ്? അടുക്കളയുടെ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ 2 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ തലയോട്ടിയാണ് അവർ വേവിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി പിന്നെയും പൊട്ടിച്ചിരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദി കാനിബൽ ബ്രദേഴ്സിനെ കുറിച്ചാണ്. മുഹമ്മദ് ആരിഫ് അലി, മുഹമ്മദ് ഫർഖാൻ അലി, ദ അലി ബ്രദേഴ്സ്. പാകിസ്ഥാനെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ സഹോദരങ്ങളുടെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എന്താണ് കാനിബലിസം? ദ ഈറ്റിംഗ് ഓഫ് എ ഫ്ലഷ് ബൈ ആൻ ആനിമൽ ഓഫ് അനദർ ആനിമൽ ഓഫ് സെയിം കൈൻഡ്. ഒരേ വർഗത്തിൽപ്പെട്ടതോ ഒരേ വംശത്തിൽപ്പെട്ടതോ ആയ മൃഗങ്ങളെ അതേ മൃഗം തന്നെ വേട്ടയാടി ഭക്ഷണമാക്കുന്നതിനാണ് നമ്മൾ കാനിബലിസം എന്ന് പറയുന്നത്. ഇത് മൃഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നാണോ? ഒരിക്കലുമല്ല. മനുഷ്യരിലും ഇത് സർവ്വസാധാരണമാണിപ്പോൾ. അങ്ങനെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് പാകിസ്ഥാനിൽ നടന്നൊരു കഥയാണ്. 240.5 മില്യൺ ആൾക്കാർ താമസിക്കുന്ന ലോകത്തിലെ തന്നെ 5ാമത്തെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. എന്നിട്ടും ഈ സംഭവം ഇനിയും ധാരാളം ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കഥ നടക്കുന്നത് 2011 ഏപ്രിൽ 3-ാം തീയതിയാണ്. 24 വയസ്സുള്ള സെറിയ പർവീൻ എന്ന യുവതി ത്രോട്ട് ക്യാൻസർ മൂലം മരണപ്പെട്ട് അവർ ഖബറടക്കി. മരണാനന്തര ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത ബന്ധുക്കളും കുറച്ച് അയൽവാസികളും കൂടെ അവസാനമായി ഒന്നും കൂടെ സൈറയെ കാണാനായി ഖബറിനോട് ചേർന്ന് നിൽക്കുന്നു. ഖബറിനോട് അടുക്കും തോറും അവർക്ക് എന്തോ സസ്പീഷ്യസ് ആയിട്ട് തോന്നി. ഖബറിന്റെ മുകളിൽ മൂടിയിരുന്ന മണ്ണ് മാറിക്കിടക്കുന്നതും അങ്ങനെ പല പല നിഗൂഢതകളും അവർക്ക് ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തോന്നിയിരുന്നു. അവർ സംശയിച്ചതുപോലെ തന്നെ ഖബറിന്റെ മുകളിൽ അവർ തലേദിവസം മൂടിയിരുന്ന മണ്ണ് മുഴുവനായി മാറിക്കിടക്കുന്നു. മറ്റ് ജീവികളുടെയോ ഒരു സാന്നിധ്യമോ കാൽപ്പാടുകളോ അവർക്ക് ആ സമയത്തോ അല്ലെങ്കിൽ ആ സ്ഥലത്തോ കാണാനായി സാധിച്ചില്ല. അത്യന്തം പാനിക്കായ അവർ ഉടനെ തന്നെ അവിടെയുള്ള പ്രീസ്റ്റിനെയും മറ്റു പോലീസിനെയും വിവരം അറിയിച്ചു. പ്രീസ്റ്റിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ അവർ ആ ഖബർ കല്ലറ തുറക്കുകയായി. ഒരിക്കലും വിചാരിക്കാത്ത, അവരൊട്ടും പ്രതീക്ഷിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു അവരവിടെ കണ്ടത്. 24 വയസ്സുള്ള സൈറ തലേദിവസം അവർ ഖബറടക്കിയ സ്ഥലത്തു നിന്നും കാണാതായിരിക്കുന്നു. ആർക്കാണ് ശവശരീരം വേണ്ടത്? എന്തിനാണ് അങ്ങനെ ഒരു ശവശരീരം അവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒട്ടനവധി ചോദ്യങ്ങളായി. ആ സമയം സമീപത്തുള്ള ധാരാളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഡെഡ് ബോഡീസ് അവരുടെ പരിശോധനയ്ക്കായി വലിയ വില കൊടുത്ത് മേടിക്കുന്നുണ്ട് എന്നവർ അറിഞ്ഞു. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആശുപത്രികൾ ആരെങ്കിലും തലേദിവസം ഈ കല്ലറ മാന്തിയെടുത്ത് അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുമെന്ന് അവർ ഭയന്നു. പോലീസ് അവരുടേതായ രീതിയിൽ സമീപത്തുള്ള എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലും മറ്റ് ഹോസ്പിറ്റലുകളിലും തിരക്കി. എന്നാൽ യാതൊരുവിധ തുമ്പും ഇതിന് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് തലേദിവസത്തെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത അവരുടെ ഒരു ബന്ധു ഒരു കാര്യം അവരോട് പറഞ്ഞത്. അത്യധികം സസ്പീഷ്യസ് ആയി 2 യുവാക്കൾ തലേദിവസത്തെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവർ ഒരിക്കലും സൈറയുടെ ബന്ധുവോ സുഹൃത്തോ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ആരുമല്ല. വളരെ ദൂരത്ത് നിന്ന് ഈ മരണാനന്തര ചടങ്ങ് വീക്ഷിച്ചു കൊണ്ടിരുന്ന 2 യുവാക്കൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ കാണാതായി. വേറെ പ്രത്യേകിച്ച് ഒന്നും അന്ന് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അയാൾ അത് കാര്യമാക്കിയെടുത്തില്ല. പക്ഷെ ഇന്ന് ഈ ഡെഡ് ബോഡി കാണാതായപ്പോൾ അയാൾക്ക് അവരെ വളരെയധികം സംശയമുണ്ട്. ഇതിനോട് കൂട്ടിച്ചേർന്ന് ആ കല്ലറയുടെ സൂക്ഷിപ്പുകാരനായ വാച്ച്മാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. തലേദിവസം 2 യുവാക്കൾ മൺവെട്ടിയുമായി ഈ കല്ലറയുടെ അപ്പുറത്തെ റോഡിലൂടെ പോകുന്നത് കണ്ടു. പക്ഷേ ഇയാളുമായിട്ട് യാതൊരു സമ്പർക്കത്തിനും ഇടവരുത്താത്തത് മൂലം തന്നെ അയാളെ ഇവർ കാര്യമാക്കിയില്ല. പക്ഷേ ഇന്ന് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ 2 യുവാക്കളിൽ എന്തോ സസ്പീഷ്യസ് ആയിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. പോലീസ് അയൽക്കാരോട് അവരുടെ വീട് അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഏപ്രിൽ 4, 2021 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിൻസിലുള്ള ഭക്കാർ ഡിസ്ട്രിക്റ്റിലാണ് അലി ബ്രദേഴ്സിന്റെ വീട്. വളരെ കഷ്ടപ്പെട്ട് പോലീസുകാരും അവിടെയുള്ള അയൽവാസികളും അവരുടെ വീട്ടിലെത്തി. കതക് തട്ടി. കതക് തുറന്നത് ഒരു വയോധികനാണ്. കാര്യം എന്താണെന്ന് തിരക്കി. പോലീസ് പറഞ്ഞു, ഇവിടെയുള്ള അലീനെയും ആരിഫിനെയും കാണാനാണ് ഞങ്ങൾ വന്നത്. ആരിഫ് ഇവിടെയുണ്ട്, ഫർഹാൻ പക്ഷേ പുറത്തു പോയിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, ഉറങ്ങിക്കിടക്കുന്ന ആരിഫിനെ ഒന്ന് വിളിക്കൂ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് പറഞ്ഞു പോലീസ് വീടിനകത്തേക്ക് കടന്നു.
വീടിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ എന്തോ ഒരു രൂക്ഷഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. വീടെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുറി മാത്രം, അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന ഒരു മുറി മാത്രം പുറത്തുനിന്ന് താഴിട്ട് പൂട്ടിയിരിക്കുന്നതായി അവർ ശ്രദ്ധിച്ചു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ആരിഫ് പോലീസ് വന്നപ്പോൾ ഒന്ന് പതറുന്നത് കണ്ട് ആദ്യം തന്നെ പോലീസിന് ഒരു സംശയം തോന്നി. ആരിഫിനോട് ഒട്ടും തന്നെ അമാന്തിക്കാതെ അവർ പറഞ്ഞു, ഈ അടഞ്ഞു കിടക്കുന്ന മുറി ഒന്ന് തുറക്കൂ, ഞങ്ങൾ പരിശോധിക്കട്ടെ. ആരിഫ് ആദ്യമൊന്ന് പതറിയെങ്കിലും സ്വമേധയാ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് ആ മുറി തുറന്ന് കാണിച്ചു. മുറിയിലേക്ക് കയറിയപ്പോൾ അസഹനീയമായ ഒരു ദുർഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു മേശ ഇരിപ്പുണ്ട്. ഉണ്ടാക്കി വെച്ച് കഴിച്ച ഒരു ചിക്കൻ കറിയും അതുപോലെ തന്നെ ഡെയിലി പെരുമാറുന്ന ഒരു കത്തിയും ഇറച്ചി മുറിക്കാനായി ഉപയോഗിക്കുന്ന ഒരു തടി കഷ്ണവും അവർ കണ്ടു. ഈ കത്തിയിലും തടിക്കഷ്ണത്തിലും ആ ടേബിളിലും രക്തവും മാംസത്തിന്റെ അംശവും കൊഴുപ്പും അവർ കണ്ടിരുന്നു. ദിവസേന ഇത് പെരുമാറുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൊഴുപ്പിന്റെയും മാംസത്തിന്റെ അംശം ആ തടിയിലും കത്തിയിലും കണ്ടതെന്ന് അവർക്ക് മനസ്സിലായി. ഇങ്ങനെ ആ മുറി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സമീപത്തായി അവർ ഒരു കട്ടിൽ കണ്ടത്. കട്ടിലിന് താഴെ 2 ചാക്കുകളും അവർ കണ്ടു. എന്താണ് ഈ ചാക്കുകളിലെന്ന് പോലീസുകാരിൽ ഒരാൾ പരിശോധിക്കാനായി നോക്കിയപ്പോൾ അതിൽ ഫെർട്ടിലൈസർ ആയിരുന്നു. അതെ, വളം. ചെടികൾക്കും മറ്റും ഉപയോഗിക്കുന്ന വളമായിരുന്നു അത്. അതിനോട് സമീപം തന്നെ ഈ ഇറച്ചിപ്പാത്രത്തിന്റെ സമീപത്തു കൂടി ഒരു കൂട്ടം ഉറുമ്പുകൾ വരിവരിയായി ഈ ചാക്കിലേക്ക് കടന്നു. വളത്തിന് അടുത്തേക്ക് എന്തിനാണ് ഉറുമ്പുകൾ പോകുന്നതെന്ന് ഇവർ സ്വമേധയെ ആലോചിച്ചു. ഉറുമ്പുകൾ കൂടാൻ മാത്രമായി ഈ ബാഗിൽ എന്താണുള്ളത്? ബാഗ് പുറത്തെടുത്തു. ബാഗ് എടുത്തപ്പോൾ തന്നെ വളരെ കട്ടിയുള്ള, വളരെ ഭാരമേറിയ എന്തോ ഒരു വസ്തുവാണ് ബാഗിലുള്ളത് എന്നവർക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ബാഗ് എടുത്തപ്പോൾ തന്നെ ആ റൂം മുഴുവനായി അസഹനീയമായ ദുർഗന്ധവും പരന്നു. എന്തോ ഇതിൽ ദുരൂഹമായി ഉണ്ടെന്നറിഞ്ഞ പോലീസുകാർ ആരിഫിനെയും കൂട്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയൽക്കാരും ബാക്കിയുള്ള വീട്ടുകാരും എല്ലാവരും കൂടി ബാഗ് തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യമൊന്ന് പതറിയ ആരിഫ് സ്വമേധയാ ബാഗ് തുറന്നു. ബാഗ് തുറക്കുന്നതിനിടെ രണ്ടാമത്തെ സഹോദരനായ ഫർഹാനും അവിടെ എത്തിയിരുന്നു. ബാഗ് തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച വാക്കുകൾക്കും അതീതമായിരുന്നു. തലേദിവസം കാണാതായ 24 വയസ്സുകാരിയായ സർവ പർവീനിന്റെ ശവശരീരമായിരുന്നു അത്. ശവശരീരം പുറത്തെടുത്ത് ഒരു പായയിൽ അവർ കിടത്തി. അപ്പോൾ അവർ കണ്ടത് വലത് കാലിന് മുട്ടിന് താഴത്തേക്കുള്ള ഭാഗം കാണാനില്ല. നിങ്ങൾ ഈ ശവശരീരത്തെ എന്താണ് ചെയ്തത്? ഈ കുട്ടിയുടെ വലത് കാലിന് മുട്ടിന്റെ താഴത്തേക്കുള്ള ഭാഗം എവിടെയാണ് എന്ന് പോലീസുകാർ ആരിഫിനോടും ഫർഹാനോടും മാറി മാറി ചോദിച്ചു. ഒട്ടും പതറാതെ അത്യധികം ആത്മവിശ്വാസത്തോടു കൂടി അവർ പോലീസുകാരോട് പറഞ്ഞു, സാർ, നേരത്തെ ആ പൂട്ടിയിട്ട മുറിയിൽ സാർ ഒരു ഇറച്ചിക്കറി കണ്ടില്ലേ? അത് ഈ കുട്ടിയുടെ വലതുകാൽ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഇറച്ചിക്കറിയാണ്. തലേദിവസം ഉണ്ടാക്കിയതാണ്. കഴിച്ചു മടുത്തത് കൊണ്ട് ബാക്കി അവിടെ വെച്ചിരിക്കുന്നു. ഇതായിരുന്നു അവരുടെ മറുപടി. കൂടിയിരുന്ന പോലീസുകാർക്കും അവരുടെ വീട്ടുകാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാർക്കും ഒരു പുതുമയുള്ളതും ഏറ്റവും കൂടുതൽ അവരെ ഭയപ്പെടുത്തുന്നതുമായ ഒരു വാർത്തയായിരുന്നു. അവരന്ന് തിരിച്ചറിഞ്ഞു, നമ്മുടെ ചുറ്റുപാടും നരഭോജികളുണ്ടെന്ന്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇത് എത്രാമത്തെ വട്ടമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? അവരൊരു അക്ഷരം പോലും തിരിച്ച് സംസാരിച്ചില്ല. അവർക്കെന്തോ മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് പോലെ പോലീസിനും കൂടിയിരുന്നവർക്കും തോന്നി. പോലീസുകാർ ഒട്ടും തന്നെ വൈകിപ്പിക്കാതെ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എല്ലാവരും ഒന്നടങ്കം ഞെട്ടി. അന്ന് വരെ പാകിസ്ഥാൻ കോടതിയോ പാകിസ്ഥാൻ ജനതയോ കാണാത്ത ഒരു കൊടും ക്രൂരത. അലി ബ്രദേഴ്സിനെ കോടതിയിലാക്കിയപ്പോൾ അന്ന് വരെയുള്ള പാകിസ്ഥാൻ നിയമത്തിന് ഈ സഹോദരങ്ങളെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കാരണം അന്ന് വരെയുള്ള പാകിസ്ഥാൻ നിയമത്തിൽ ഇതുവരെ മനുഷ്യനെ ഭക്ഷിച്ചു എന്നൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം അവർ തീരുമാനിച്ചു ഈ സഹോദരങ്ങളെ 2 വർഷം തുറുങ്കിലടയ്ക്കാമെന്ന്. അതിന് കാരണമായി കോടതി പറയുന്നത് മനുഷ്യ ശവശരീരങ്ങളോടുള്ള ഡിസ്റെസ്പെക്റ്റും പാകിസ്ഥാൻ ജനതയെ ഒന്നരംഗം ഭീതിയിലാഴ്ത്തിയതും എന്നതാണ്. അങ്ങനെ അലി ബ്രദേഴ്സ് 2 വർഷം കോടതിയിലേക്ക്. വർഷങ്ങൾ കടന്നുപോയി. 2014 വീണ്ടും ഒരു ഏപ്രിൽ മാസം. പോലീസിനടുത്തേക്ക് ഒരു വൃദ്ധൻ വന്ന് പറയുന്നു, എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വളരെ അസഹനീയമായൊരു ദുർഗന്ധം പുറപ്പെടുന്നു. ദിവസങ്ങളായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവരോട് പറഞ്ഞിട്ട് അവർക്ക് യാതൊരുവിധ കൂസലുമില്ല. സാർ ഒന്ന് ഞങ്ങളെ സഹായിക്കണം. ഇത്രയുമാണ് ആ വൃദ്ധൻ പോലീസിൽ വന്ന് പരാതി പറഞ്ഞത്. കേട്ട ഉടനെ തന്നെ പോലീസ് ആ വൃദ്ധന്റെ കൂടെ ആ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് കതക് തട്ടിയപ്പോൾ കതക് തുറന്നത് ഒരു യുവതിയാണ്. കാഴ്ചയിൽ ഒരു 25-30 വയസ്സ് തോന്നിക്കും. അവരോട് ചോദിച്ചു, ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇവിടെ പാകം ചെയ്ത് കഴിക്കുന്നത്? എന്താണ് നിങ്ങളുടെ വീടിനുള്ളിൽ ഇത്രയധികം ദുർഗന്ധം വരാനുള്ള കാരണം? യുവതി ഒന്നും മിണ്ടാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. കണ്ടു നിന്ന അയൽക്കാർ പറഞ്ഞു, ആ പെൺകുട്ടിക്ക് വട്ടാണ് സാർ. അവിടെയുള്ളത് അവളുടെ അച്ഛനും 2 സഹോദരന്മാരുമാണ്. രാവിലെ തന്നെ അവർ ജോലിക്കായി പോകും, തോന്നുന്ന സമയത്ത് തിരിച്ചു വരും. ഈ കുട്ടി മാത്രമാണ് ആ വീട്ടിൽ മിക്കവാറും ചിലവഴിക്കാറുള്ളത്. സഹോദരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
സ്വതവേ ആരോടും മിണ്ടാതെ സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവർ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, അതിൽ കുട്ടികളുണ്ട് എന്നും പറയുന്നു. പക്ഷേ ഇവരുടെ ചില സ്വഭാവ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെ ഭാര്യയും കുട്ടികളും അവരെ വിട്ടിട്ട് പോയി. അന്ന് തൊട്ട് ഇവർ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ പോലീസുകാർ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എല്ലാ മുറിയും പരിശോധിച്ചു വന്നപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ, അതേസമയം പേടിയിലാഴ്ത്തിയ ഒരു സംഭവം അവർ കണ്ടു. അടുക്കളയുടെ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ 2 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ തലയോട്ടിയാണ് അവർ വേവിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി പിന്നെയും പൊട്ടിച്ചിരിക്കുന്നു. കാരണം അവൾക്ക് ഉത്തരമില്ല, അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു യുവാവ് ആ വീട്ടിലേക്ക് കടന്നു വന്ന് എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നു. പോലീസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ആരിഫ്. ആരിഫോ? ഏത് ആരിഫ്? നിന്റെ മുഴുവൻ പേര് പറയൂ. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ആരിഫ് അലി. ഈ പേര് കേട്ടപ്പോൾ തന്നെ പോലീസ് ഒന്നടങ്കം ഭയന്നു. 2 വർഷം മുമ്പ് 24-കാരിയെ അടക്കം 50-ൽ പരം ഡെഡ് ബോഡികൾ ഭക്ഷിച്ച ഈ യുവാക്കളെ ആരും അങ്ങനെ മറന്നിട്ടുണ്ടാവില്ല. ആരിഫ് വന്ന് പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഫർഹാനും ആ വീട്ടിലെത്തി. എന്താണ് ഞങ്ങൾ ഈ കാണുന്നത്? 2 വയസ്സുള്ളൊരു കുട്ടിയുടെ തലയല്ലേ നിങ്ങൾ ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒട്ടും കൂസറില്ലാതെ അവർ പറഞ്ഞു, സാർ, ഞങ്ങളത് വേവിച്ച് കഴിക്കാനാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. പോലീസും കൂടി നിന്ന നാട്ടുകാരും ഭയത്തോടു കൂടി 2 അടി പുറകിലേക്ക് മാറി അവരെ നോക്കി. വേവിച്ച് കഴിക്കാനോ? കുട്ടിയുടെ തലയോട്ടിയോ? അതെ സാർ. അവരെ അപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുന്നിലാക്കി. അങ്ങനെ കോടതിയുടെ നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം അവർ സമ്മതിച്ചു. 100-ലധികം ശവശരീരങ്ങൾ അവരിങ്ങനെ കുഴിച്ചെടുത്ത് ഭക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരങ്ങൾ ഭക്ഷിക്കാതെ ആ സഹോദരങ്ങൾക്ക് ജീവിക്കാനേ ആവില്ല. ഓരോ ദിവസവും അവർ ഓരോ ശ്മശാനങ്ങളിൽ പോയി ഓരോ ശവശരീരങ്ങൾ തോണ്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വൃത്തിയായി കഴുകി പാചകം ചെയ്ത് കഴിക്കുമത്രേ. എത്ര വിചിത്രമല്ലേ? നമ്മുടെ ചുറ്റുവട്ടത്തും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ തീർച്ചയായും വിശ്വസിക്കണം. നമ്മുടെ കൂടെ ആരാണെന്നുള്ളതും നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. എന്നാൽ ഇത്തവണ പോലീസിന് നിർബന്ധമായിരുന്നു ഈ കൊടും ക്രിമിനലുകളെ, മനുഷ്യ ശവശരീരത്തിനോട് വരെ ഇത്രയധികം ക്രൂരത കാണിക്കുന്ന പാകിസ്ഥാൻ ജനതയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ ഈ സഹോദരങ്ങളെ തക്കതായ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെ പോലീസ് തീരുമാനിച്ചു. അവർ വളരെയധികം തെളിവുകൾ സ്വരുക്കൂട്ടി കോടതിയുടെ മുമ്പിലെത്തി. കോടതിക്കും ഇത് ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നി. ഒരു വട്ടം ശിക്ഷ നൽകി വിട്ടിട്ടും വീണ്ടും വീണ്ടും ഈ കുറ്റം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മോചിതരായില്ല എന്നാണ് കോടതി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സഹോദരങ്ങൾക്കും 12 വർഷം ശിക്ഷ കോടതി വിധിച്ചു. എന്നാൽ നിയമമല്ലേ, പുറത്ത് എത്ര വല്ല കുറ്റം ചെയ്താലും ജയിലിനുള്ളിൽ അവൻ നല്ലവനായി നടന്നാൽ, എല്ലാവരോടും നന്നായി സംസാരിച്ചാൽ ചെറിയ അളവൊക്കെ ശിക്ഷയിൽ കിട്ടും. അങ്ങനെ തന്നെ ഇവിടെയും സംഭവിച്ചു. 150-ൽ പരം ശവശരീരങ്ങൾ ഭക്ഷിച്ച ഈ സഹോദരങ്ങൾക്ക് 12 വർഷം ശിക്ഷ കോടതി വിധിച്ചു. 12 വർഷം ജയിൽ ശിക്ഷ വിധിച്ച അലി ബ്രദേഴ്സ് ജയിലിനുള്ളിലെ നല്ല നടപ്പും അവരുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങളും കൊണ്ട് 12 വർഷം എന്നുള്ള ശിക്ഷ 11 വർഷമായി കുറച്ചു. അങ്ങനെ 2026-ൽ അവർ പുറത്തിറങ്ങുകയാണ്. ഇനി അറിയാം എത്ര ശവക്കല്ലറുകൾ തുറക്കുമെന്നും നമ്മുടെ എത്ര ബന്ധുക്കളെ അവർ ഭക്ഷിക്കുമെന്നും കണ്ടറിയാം.